വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ കഴിയുന്ന സമയം മുതൽ നമുക്ക് പല ശരീര അവയവങ്ങളിലും പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഗ്നൻസി ലക്ഷണങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ശരീരാവയവം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റും നമ്മുടെ സ്റ്റൊമക്കും ആയിരിക്കും. എന്നാൽ ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം നമുക്കുണ്ടാകുന്നത് നമ്മുടെ കാലിലാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്ന സമയം മുതൽ തന്നെ ശരീരത്തിലുണ്ടാകുന്ന മറ്റുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടാണ് പല തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാലിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അൺയൂഷ്വൽ ആയിട്ട് ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം മസ്റ്റായിട്ട് പ്രഗ്നൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ കയറി നോക്കി യൂട്യൂബിൽ ഡിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ഐക്കൺ വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ, ഒരു സ്റ്റാർ പോലുള്ളൊരു ബട്ടൺ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 159 രൂപയ്ക്കും 89 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ, അതായത് കമൻസ് ഇടുമ്പോൾ തന്നെ വാട്സാപ്പ് പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണല്ലോ, അപ്പോൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട്സോ വോയിസ് കോളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ജനുവരി മുതൽ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഓവുലേഷൻ ടൈം ആണോ ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക, എന്തെല്ലാം എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഓവുലേഷനും ബിഫോർ ഓവുലേഷനും എടുക്കണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നോക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കാവുന്നതാണ്. ഡയറക്റ്റ് ടെലഗ്രാം ലിങ്കിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാലിൽ അനുഭവപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മസിൽസിന്റെ ബാക്കിയുള്ള അവയവങ്ങളുടെ ഒരു മസിൽ ടോൺസിന്റെ റിലാക്സേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് വെയിറ്റ് കൂടുന്നത്. നമുക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ചിലർക്കൊക്കെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹങ്കർ ചിലർക്ക് നന്നായിട്ട് കൂടും. ആ വയറ് എരിയുന്നത് പോലുള്ളൊരു ടെംപ്ടേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങും. ശരിക്കും ഒരു വിശപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആ ഒരു അസ്വസ്ഥത കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൂടുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് കാല് നമ്മുടെ ഓവർ വെയിറ്റ് ആയി പോകുന്ന സിറ്റുവേഷൻസിൽ ലെഗ് മസിൽസ് സ്ട്രെയിൻ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ലെഗിൽ മറ്റുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ യൂട്രസ് എക്സ്പാൻഡ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അത് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴായിരിക്കും ഫീൽ ചെയ്യുന്നത്. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത്. കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് കുറയാറുണ്ട്. യൂട്രസ് എക്സ്പാൻഡ് ആകുമ്പോൾ ഇത് ലെഗിൽ പ്രഷർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മസിൽസിൽ ക്രാംസും ഡിസ്കംഫോർട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ രക്തയോട്ടം ചിലർക്കൊക്കെ കുറയുന്ന സിറ്റുവേഷൻസിലും ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിലെ മിനറൽസിന്റെ ലെവല് കുറഞ്ഞു പോകുന്നത്. കാൽസ്യവും മാഗ്നീഷ്യത്തിന്റെ ഒക്കെ ലെവല് കുറയുന്നതിനനുസരിച്ചിട്ട് മസിൽസിലെ ക്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു പെയിൻസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സ്വെല്ലിംഗ് പോലെ, അതായത് നിങ്ങൾക്ക് കാലിലൊരു വീക്കം പോലെ, പഫ്നെസ് പോലെ, കാല് വീർത്തിരിക്കുന്നത് പോലെ, നിങ്ങളുടെ പാദം, ഉപ്പൂറ്റി, അതുപോലെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഒരു വീർപ്പ് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണയായിട്ട് ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണിത്. പക്ഷേ ചിലർക്കൊക്കെ പ്രഗ്നൻസിയുടെ വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അടുത്തൊരു വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മുടെ ഫുഡ് സൈസിൽ വ്യത്യാസം വരുന്നതാണ് കേട്ടോ. 5 സൈസിലുള്ള ചപ്പൽസ് ധരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് ആ ഒരു ചപ്പൽ നിങ്ങൾക്ക് ടൈറ്റ് ഉള്ളത് പോലെ അനുഭവപ്പെടുന്നു. ഫുഡ് സൈസിന്റെ അതിന്റെ സ്ട്രക്ചറിലൊക്കെ ഓൾട്ടറേഷൻ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകാറുണ്ട്.
റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഓൾട്ടറേഷനിലെ വ്യത്യാസം വരുന്നത് കേട്ടോ. കാലിന്റെ ആ ഒരു വീതിയൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് ആ ഒരു ചെരുപ്പിടുമ്പോൾ കാല് തിങ്ങി വരുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പ്രഗ്നൻസി സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതെങ്കിൽ കൂടി തന്നെയും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാൻഡൽസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ബോഡിയിൽ ഈ ലിഗമെന്റ്സ് ഒക്കെ ലൂസ് ആവുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചിലർക്കൊക്കെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും, മറ്റു ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ തുടയുടെ ഭാഗത്തായിട്ടോ തുടയുടെ തൊട്ട് പുറകിലുള്ള പോർഷനിലായിട്ടോ പലർക്കും സ്പൈഡർ വെയിൻസ് വിസിബിൾ ആകാറുണ്ട്. അതായത് നമ്മുടെ ആ ഒരു വെയിൻ ഒന്ന് കെട്ടുപിടഞ്ഞ് കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ ഈ സ്പൈഡർ വെയിൻസ് വരുന്നത് കവിളിന്റെ ഭാഗത്തൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രഗ്നൻസി സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. മുട്ടിന് കീഴ്പോട്ടേക്കുള്ള ഭാഗത്ത് ഈ വെയിൻസ് ഒക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് വീർത്തിരിക്കുന്നത് പോലെയൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന സമയത്ത്. പ്രഗ്നൻസിയോട് കൂടിയിട്ട് വന്ന വെരിക്കോസ് വെയിനൊക്കെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി പോകാറുണ്ട്. പക്ഷെ ചിലർക്ക് ഡെലിവറിയുടെ സമയത്തൊക്കെ ഒരു പ്രഷർ കൊണ്ട് വെരിക്കോസ് വെയിനൊക്കെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ പ്രഗ്നൻസി സമയത്താണെങ്കിൽ അത് ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ തന്നെ ആ ഒരു കണ്ടീഷനൊക്കെ ഒന്ന് ക്യൂർ ആയി പോയിക്കോളും. ബ്ലഡ് ഫ്ലോ കൂടുന്നതും അതുപോലെ വെയിൻസിന്റെ പ്രഷർ കൂടുന്നതും ഒക്കെയാണ് ഇത് ഫോം ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത് കേട്ടോ. അഞ്ചാമതായിട്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ലെഗ് ക്രാംസ് എന്ന് പറയുന്നത്. കാലിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വേദനയും അസ്വസ്ഥതയും ഉണ്ടാവുക. നൈറ്റ് സമയത്തൊക്കെ മുട്ടുവേദനയൊക്കെ അസഹനീയമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നതും ഈ ഒരു പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഉണ്ടാകുന്നതാണ്. രാവിലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു രാത്രി സമയമാകുമ്പോൾ കാല് അനക്കാൻ പറ്റാത്ത രീതിക്കുള്ള ബുദ്ധിമുട്ടൊക്കെ പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തതാണ് കാലിൽ കുത്തുന്നത് പോലെയുള്ള ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മുട്ടിന് കീഴ്പോട്ടേക്കുള്ള പോർഷനിലാണെങ്കിലും ഒരു മരവിപ്പ് പോലെയോ അല്ലെങ്കിൽ സൂചി വെച്ച് ഇങ്ങനെ പയ്യൊന്ന് കുത്തുമ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള അസ്വസ്ഥതയോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏഴാമത്തെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്കിന്നിലും നെയിലിനുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈനെസ് ഉണ്ടാവുകയോ നഖം ധാരാളമായി വളർന്ന് പൊട്ടി പോവുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലർക്ക് പൊട്ടി പോവുകയാണെങ്കിൽ ചിലവരുടെ നെയിൽസിന് ഭയങ്കര കട്ടിയോട് കൂടിയിട്ടും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ഇതും പ്രഗ്നൻസി സമയത്ത് കയ്യിലും ഈ ഒരു നെയിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന പലരും ഉണ്ട്. അതുപോലെ ചിലർക്കൊക്കെ കാലിലായിരിക്കും ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത് കേട്ടോ. എട്ടാമതായിട്ടുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത്. പല ആളുകൾക്കും എസ്പെഷ്യലി ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർക്കുണ്ടായ ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത്. കാലിന്റെ പാദം നിലത്ത് കുത്താൻ പറ്റാത്ത രീതിക്കുള്ള ബുദ്ധിമുട്ട്, രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരടി പോലും മര്യാദയ്ക്ക് വെക്കാൻ പറ്റാത്ത രീതിക്കുള്ള അസ്വസ്ഥത പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തൊക്കെ ഒരുപാട് പേരിൽ കണ്ടുവരുന്നതാണ് കേട്ടോ. പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായതെങ്കിൽ ഓഫ് കോഴ്സ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു 3 months ഒക്കെ കഴിയുമ്പോഴേക്കും ഈ കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ട് ക്യൂർ ആയി പോയിക്കോളൂ കേട്ടോ. പക്ഷെ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറോട് പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ മിനറൽസിന്റെ ഒക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ഈ ബുദ്ധിമുട്ടൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള വേദനയും അസ്വസ്ഥതയും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. ഓൾറെഡി ഉള്ളൊരു പെയിൻ കില്ലർ ഈ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കണ്ടീഷൻ എന്താണോ അത് ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നന്റ് ആണ്, ഇന്ന ആഴ്ച കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. മെഡിസിൻസിന്റെ കേസിൽ അങ്ങനെയാണ്. ഇനി എങ്ങനെ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാലുവേദന റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളൊക്കെ ഉണ്ട്. ഫുഡ് മസാജ്, ഫുഡ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തോ ഡോക്ടേഴ്സൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ എപ്സം സോൾട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്സം സോൾട്ട് ഫോളോ ചെയ്തിട്ടുള്ളതിനെ പറ്റിയിട്ട്. എപ്സം സോൾട്ട് നിങ്ങൾ മേടിച്ചിട്ട് അതൊരു ചെറിയൊരു ചരുവത്തിൽ കാല് നന്നായിട്ട് മുക്കി വെച്ചിട്ട് അതിൽ എപ്സം സോൾട്ട് ഇട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് വെക്കുന്നത് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ലെഗ് സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്സസൈസുകൾ ചെയ്യാനായിട്ട് നോക്കുക. ഷൂവും സോക്സ് ധരിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ എപ്സം സോൾട്ട് കയ്യിലില്ലെങ്കിലും കാല് ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നതും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇരിക്കാനും എഴുന്നേക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് മണിക്കൂർ ഇരിക്കുകയോ നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് പില്ലോ, 2 കാലുകൾക്കിടയിൽ പില്ലോ വെച്ച് കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ പില്ലോ വെച്ചിട്ട് കാല് ഉയർത്തി വെച്ച് കിടന്നുറങ്ങുന്നതോ നല്ലതാണ് കേട്ടോ.
ഇനി ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്ന് നോക്കാം. ബനാന കഴിക്കുന്നത് നല്ലതാണ്. ചീര, യോഗേർട്ട്, ഓറഞ്ച്, അതുപോലെ ഓൾ ഗ്രെയിൻസ് ആയിട്ടുള്ള മുഴുധാന്യങ്ങളും നവധാന്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നട്ട്സ്, ഡെയിലി എന്നോണം നട്ട്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. എല്ലാത്തിനും നല്ലതാണ്. പ്രഗ്നൻസി സമയത്താണെങ്കിൽ എംബ്രിയോയുടെ ഗ്രോത്തിനും അതിൻ്റെ എല്ലാ ഫോർമേഷനും ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാകാനൊക്കെ നട്ട്സും സീഡ്സും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഡെയിലി എന്നോണം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.